പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അവിടെ ബിഗ് ബോസിൽ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആളായിരുന്നു ഇതിനെതിരെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തത്. ആള് ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? Because Aryan as an individual and Giselle as an individual, they had a great bond, and അത് കാണുന്ന കാഴ്ചപ്പാട് റോങ് രീതിയിലാവുന്നത് ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ്. ആര്യനെ അറിയുന്ന എല്ലാ ആൾക്കാരും ജിസേലിനെ അറിയുന്ന എല്ലാ ആൾക്കാരും ട്രൂലി റെസ്പെക്ട് ചെയ്ത ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ബോണ്ട്. അപ്പോൾ അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെയും കൂടെ എഫക്റ്റ് ചെയ്യും. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോളുടെ കാര്യമായാലും ഇപ്പോൾ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായാലും ആൾ പറയുന്നൊരു നന്മ ഗെയിം എന്ന് ഓരോ ആൾക്കാർക്കും ഓരോ രീതി ഓഫ് ഗെയിം പ്ലാൻ. ആര്യനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായിട്ട് പോലും അവൻ അതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിവെഞ്ചോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ. അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എവിക്റ്റഡ് ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഷോക്ക്. ബിക്കോസ് ഹി വാസ് ദ ബെസ്റ്റ്, ഹി വാസ് ബീങ് വെരി റിയൽ. ആദ്യം മുതൽ ഇപ്പോൾ ലീവ് ചെയ്യുന്ന വരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു. അവൻ തന്നെയായിരുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ഇപ്പോൾ സാബുമാൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നില്ല, നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നില്ല. ഏത് രീതിയിലാണ് ആളവിടെ നിൽക്കുന്നത് പോലും നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഏഷ്യനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറിലും ബിഗ് ബോസിന്റെ റീൽസിന്റെ അടിയിൽ പോയി ചോദിക്കണം. കാരണം ഇതിനുള്ള ഉത്തരം നമ്മളും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അല്ല, ഏതൊരു എപ്പിസോഡ് വരുമ്പോഴും ആര്യന്റെ ഒരു കോണ്ടന്റ് എപ്പോഴും നമ്മൾ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നതുമാണ് ഏത് ദിവസമായാൽ പോലും. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളുടെ ഒന്നും നമ്മൾ കാണാറുമില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ആളുകൾക്ക് തന്നെ സംശയമാണ്. ബിഗ് ബോസിന് ഇപ്പൊ ആര്യൻ ഇസ് ദ ലൈഫ് ഓഫ് ബിഗ് ബോസ് ഹൗസ്. ആര്യൻ ഉള്ളപ്പോൾ കണ്ടന്റ് ഇസ് ബീൻ റിയലി ലൈവ്ലി, നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തോന്നും ആ കണ്ടന്റ്. ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിനോട് മതിയായിട്ടുണ്ടാവും. അത് ആര്യന് വന്നപ്പോൾ മുതലുള്ള എപ്പിസോഡിലൊക്കെ ആര്യന് ഒരു പക്വത ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് കളിയാക്കുന്നത്. 23 വയസ്സായി. അതെ, പക്ഷെ ഇപ്പൊ ഉള്ള ഒരു അവസ്ഥ വേറെയാണ്. അതെ അതെ, ആളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു 23-year-old ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം, അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവനെ ബെസ്റ്റ് രീതിയിലാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അത് ബെസ്റ്റ് അല്ലായിരിക്കും വേണ്ടത്. അതെ, ഇനിയിപ്പോൾ ടോപ്പ് 5 ആരൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? രണ്ടുപേരും കൂടെ പോയി ടോപ്പ് 5 ആവില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് 3 ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു വെച്ചിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നി PR-ഉം എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും. അല്ല, PR കൊണ്ട് മാത്രമാണ് അനുമോൾ ഉണ്ടാവുക. ഞാൻ ബിക്കോസ് എൻ്റെ സംബന്ധന അത് ഞാൻ പറയില്ല. ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ. അപ്പം ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പോൾ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. പക്ഷേ ഞാൻ വേറൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എവരിബഡി ഈസ് ഡൂയിങ് ദിയർ ബെസ്റ്റ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി ഇറ്റ് കുഡ് ബി അനുമോൾ, അക്ബർ ആൻഡ് നൂറ ഫോർ ഷുവർ ഇൻ ടോപ്പ് 5. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.